Hello friends, welcome to 90 Plus My Tuition App. ഇന്ന് നമുക്ക് രാജയുടെ കഥ പഠിക്കാം. ഈ കാണുന്നതാണ് രാജയുടെ വീട്. നമുക്ക് രാജയുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? യൂണിറ്റ് 1-ലെ ചാപ്റ്റർ 1 ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കഥ എഴുതിയ എഴുത്തുകാരനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കേശവൻ ശങ്കരപ്പിള്ളൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹി ഈസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1953 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഫിക്ഷനാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഇതാണ് രാജ. ഇവൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാജയുടെ കഥ രാജ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഒരാളുടെ കഥ അയാൾ സ്വയം പറയുന്നതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? Everybody call me Raja. It is not my real name. എല്ലാവരും ഇവനെ രാജ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഇതിവന്റെ ശരിയായ നാമമല്ല. But I like being called Raja. എന്നാൽ രാജ എന്ന് വിളിക്കുന്നത് ഇവൻ ഇഷ്ടമായിരുന്നു, അല്ലേ? Yes. I lived with my grandfather and grandmother. They were my guardians. ഇവന്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പമാണ് താമസിച്ചിരുന്നത്. അവർ ഇവന്റെ രക്ഷിതാക്കളായിരുന്നു. My mother died when I was young. My father left me with my grandparents who brought me up. ഇവന്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ശേഷം ഇവന്റെ അച്ഛൻ ഇവനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പം ആക്കിയിരുന്നു. അവരാണ് ഇവനെ നോക്കി വളർത്തിയത്. ബ്രിങ് അപ്പ് എന്നാൽ നോക്കി വളർത്തുക. ഇവനെ നോക്കി വളർത്തി എന്ന അർത്ഥത്തിലാണ് ബ്രോട്ട് അപ്പ് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. We lived in a large house, but we were a small family. ഇവർ വലിയൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്, എന്നാൽ ചെറിയ കുടുംബമായിരുന്നു. There were grandfather, grandmother, uncle and I. ഇവന്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മാവൻ്റെയും ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. We had many relatives, but they lived in their own houses. ഇവർക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരെല്ലാം അവരുടെ സ്വന്തം വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. Grandfather was a tall, strong man. He always spoke in a loud voice. മുത്തശ്ശൻ ഉയരമുള്ള ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എപ്പോഴും ഉറച്ച ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. He knew everyone in the village. People respected him. അദ്ദേഹത്തിന് ഗ്രാമത്തിലെ എല്ലാവരെയും അറിയാമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. They came to him for advice and help. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശത്തിനായും സഹായത്തിനായും എത്തിച്ചേർന്നിരുന്നു. Grandmother was kind and gentle. She took good care of me. മുത്തശ്ശി വളരെ ദയയുള്ള സൗമ്യയായി പെരുമാറുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഇവനെ നന്നായി നോക്കി വളർത്തി. She would follow me like a shadow, saying, "Drink this milk, or eat your food, or have your bath, or go to bed." കേട്ടില്ലേ? മുത്തശ്ശി ഇവനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. പാല് കുടിക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും എല്ലാം പറഞ്ഞുകൊണ്ട് ഇവന്റെ പിന്നാലെ തന്നെ നടക്കുമായിരുന്നു. I did not like this, but still I loved her very much. ഇവനിതൊന്നും ഇഷ്ടമായിരുന്നില്ല, എന്നാൽ മുത്തശ്ശി അവന് വളരെ ഇഷ്ടമായിരുന്നു. My uncle was young and very clever. He helped grandfather in looking after his fields and gardens. ഇവന്റെ അമ്മാവൻ വളരെ ബുദ്ധിശാലിയും ചെറുപ്പക്കാരനും ആയിരുന്നു. അദ്ദേഹമാണ് മുത്തശ്ശനെ പാടവും പൂന്തോട്ടവുമെല്ലാം നോക്കി നടത്താൻ സഹായിച്ചിരുന്നത്. People liked him and I too liked him very much. എല്ലാവർക്കും
അമ്മാവനെ വളരെ ഇഷ്ടമായിരുന്നു. ഇവനും അമ്മാവനെ ഇഷ്ടമായിരുന്നു. And you know, whenever I was in trouble, Uncle would come to my help. Is it? ഇവൻ എപ്പോഴൊക്കെ പ്രശ്നത്തിലാവുന്നു അപ്പോഴെല്ലാം അമ്മാവനാണ് ഇവനെ സഹായിക്കാൻ എത്തിയിരുന്നത്. At home, I did not have any friend to play with. Grandfather did not like my going out to play with other children. വീട്ടിൽ ഇവനോടൊപ്പം കളിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. മുത്തശ്ശന് ഇവൻ മറ്റു കുട്ടികളോടൊപ്പം പുറത്തുപോയി കളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. മുത്തശ്ശന് ഇവൻ പുറത്തുപോയി മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഇവൻ ചീത്തയായി പോകും എന്നായിരുന്നു മുത്തശ്ശൻ കരുതിയിരുന്നത്. മുത്തശ്ശനെ പേടിച്ച് മറ്റു കുട്ടികൾ വീട്ടിലേക്ക് വരികയുമില്ലായിരുന്നു. Yet life with grandfather was not dull. I liked my home and the very large garden all around it. കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? ഇതൊക്കെയാണെങ്കിലും മുത്തശ്ശനുമൊത്തുള്ള ജീവിതം ഒട്ടും തന്നെ വിരസമായിരുന്നില്ല. അവന് അവൻ്റെ വീടും പൂന്തോട്ടവും എല്ലാം തന്നെ വളരെ ഇഷ്ടമായിരുന്നു. There were many trees in the garden, coconut trees, mango trees and other kinds of trees. നിങ്ങൾക്കിവിടെ കാണുന്നത് പോലെ ഈ പൂന്തോട്ടത്തിൽ നിറയെ മരങ്ങളാണ്. തെങ്ങ്, മാവ്, മറ്റു മരങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. There were birds, butterflies and honeybees. There were many tanks with plenty of fish in them. ഈ പൂന്തോട്ടത്തിൽ ഒരുപാട് പക്ഷികളും ചിത്രശലഭങ്ങളും തേനീച്ചകളും ഉണ്ടായിരുന്നു. ഇവിടെ ജലസംഭരണിയിൽ ധാരാളം മീനുകളെയും ഇവർ വളർത്തിയിരുന്നു. Kingfishers, storks and other water birds came to the tanks to catch the fish. ഈ ജലസംഭരണിയിൽ നീലപ്പൊന്മാനും കൊക്കുമെല്ലാം ഈ മീനുകളെ പിടിക്കാൻ വരുമായിരുന്നു. In a corner of the compound was a grove where trees, shrubs and creepers grew wild. Jackals, mongooses, wildcats and owls lived in the grove. പറമ്പിന്റെ ഒരു മൂലയിൽ ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളുമുള്ള ഒരു കാടായിരുന്നു. അവിടെ ധാരാളമായി കീരിയും കുറുനരിയും കാട്ടുപൂച്ചയും മൂങ്ങയും എല്ലാം ജീവിച്ചിരുന്നു. We had many cows, bulls and bullocks. Little calves played and ran about in our garden. അവർക്ക് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നത്രേ. പശുക്കൾ മാത്രമല്ല, കാളയും മൂരിയും എല്ലാം ഉണ്ടായിരുന്നു. പശുക്കുട്ടികൾ എല്ലാം അവിടെ ഓടിക്കളിച്ച് നടന്നിരുന്നു. I liked to play with the calves and I liked to watch the birds in the garden. ഇവന് പശുക്കുട്ടികളോടൊപ്പം കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ പക്ഷികളെ നോക്കി നടക്കാനും ഇഷ്ടമായിരുന്നു. I looked for jackals coming out of the grove. I ran after mongooses and I caught butterflies and reptiles. അവൻ കുറുനരികൾ കാട്ടിൽ നിന്നും വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്നു. അതുമാത്രമല്ല, ഇഴജന്തുക്കളെയും കീരിയെയും പിടിക്കാനും അവയുടെ പിന്നാലെ നടക്കാനും എല്ലാം ഇവന് ഇഷ്ടമായിരുന്നു. Did you like my house? Yes, I did. നമുക്കെല്ലാവർക്കും രാജയുടെ വീടും പരിസരവും എല്ലാം തന്നെ ഇഷ്ടമായില്ലേ? I will tell an incident that made my grandfather very angry. കേട്ടില്ലേ? ഇനി അവൻ പറയാൻ പോകുന്നത് അവൻ്റെ മുത്തശ്ശനെ വളരെ ദേഷ്യം പിടിപ്പിച്ച ഒരു സംഭവമാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. കേട്ടില്ലേ? നല്ല മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു. മുത്തശ്ശൻ ചന്ദനമരത്തിന്റെ അടിയിലുള്ള മുല്ലച്ചെടിയിൽ നിന്നും പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree and grandfather and I would get a good shower. ആ ചെടിയുടെ ഇലയിലെല്ലാം മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കുലുക്കിയാൽ നല്ലൊരു മഴ കിട്ടുമെന്ന് ഇവന് ഉറപ്പായിരുന്നു. I liked bathing in the rain, but he might not like it.
ഇവന് മഴയിൽ കുളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ മുത്തശ്ശന് അതത്ര ഇഷ്ടമായിരുന്നില്ല. But it would be great fun. അതെ, അത് നല്ല രസമായിരിക്കും. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both grandfather and I were soaked. കേട്ടില്ലേ? ഇവൻ ആ ചന്ദന മരത്തിന്റെ അടുത്തേക്ക് ചെന്ന് അത് നന്നായി ഒന്ന് കുലുക്കി. ഇവനും മുത്തശ്ശനും നന്നായി മഴയിൽ നനഞ്ഞു എന്ന് വേണം പറയാൻ. I loved it, but grandfather did not. ഇവനത് നന്നായി ഇഷ്ടമായി. എന്നാൽ മുത്തശ്ശന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. He turned to me with an angry look. I was sure he would catch me and beat me. കേട്ടില്ലേ? മുത്തശ്ശൻ ഇവന്റെ നേർക്ക് ദേഷ്യത്തിൽ നോക്കി. മുത്തശ്ശൻ ഇവനെ ഉറപ്പായും പിടികൂടുമെന്നും തല്ലുമെന്നും ഇവന് ഉറപ്പായിരുന്നു. So I ran. He ran after me. I ran fast, but he ran faster. അതുകൊണ്ട് തന്നെ ഇവൻ ഓടി. മുത്തശ്ശൻ ഇവന്റെ പിന്നാലെ ഓടി. ഇവൻ വേഗത്തിലോടി. മുത്തശ്ശൻ അതിലും വേഗത്തിലോടി. He had almost caught me when he stumbled and fell. മുത്തശ്ശൻ ഏകദേശം ഇവനെ പിടിച്ചതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കാല് തട്ടി താഴെ വീണത്. സ്റ്റംബിൾഡ് എന്നാൽ തട്ടി വീഴുക. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. കേട്ടില്ലേ? പേടികൊണ്ട് ഇവൻ ഓടിപ്പോയി അവിടെയുള്ള നെൽപ്പാടത്തിൽ ഒളിച്ചു. മുത്തശ്ശൻ ഇവനെ ഉറക്കെ ചീത്ത പറയുന്നത് ഇവന് കേൾക്കാമായിരുന്നു. നീ വീട്ടിലേക്ക് തിരിച്ചു വാ, നിന്നെ ഞാൻ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് മുത്തശ്ശൻ ഉറക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. I did not want to go home because I feared grandfather would beat me. ഇവന് തിരിച്ചു പോകാൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ മുത്തശ്ശൻ ഉറപ്പായും ഇവനെ തല്ലുമെന്ന് ഇവൻ അറിയാമായിരുന്നു. I stayed on in the fields. It was getting dark. ഇവൻ ആ പാടത്ത് തന്നെ നിന്നു. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. അവന് ആ പാടത്ത് നിൽക്കാൻ വളരെ പേടി തോന്നിയത്രേ. അവൻ കുഞ്ഞുനാളിലെ കേട്ട എല്ലാ പ്രേതകഥകളും അവിടെ ഇരുന്നു കൊണ്ട് അവൻ ആലോചിച്ചു. I stood up, looked around and then ran towards home. ശേഷം അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. എന്നിട്ട് വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather, so I did not go inside the house. ഇവന് മുത്തശ്ശന് നേർക്ക് നോക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ വീടിന്റെ അകത്തേക്ക് പോയില്ല. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. അവൻ നേരെ പശുത്തൊഴുത്തിലേക്ക് പോയി. അവിടുത്തെ തട്ടിൻ പുറത്താണ് ഇവൻ അഭയം പ്രാപിച്ചത്. അവിടെ ഇരുന്നു കൊണ്ട് മുത്തശ്ശൻ തന്റെ പ്രാർത്ഥന ചൊല്ലുന്നത് ഇവന് കാണാമായിരുന്നു. Grandmother was waiting for me. When I did not turn up, she looked for me everywhere in the house. മുത്തശ്ശി ഇവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവനെ കാണാതായപ്പോൾ മുത്തശ്ശി എല്ലായിടവും ഇവനെ തിരഞ്ഞു. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. അതിനുശേഷം മുത്തശ്ശി പുറത്തേക്ക് വന്ന് എല്ലായിടവും ഇവനെ അന്വേഷിച്ചു. ഇവൻ പൂന്തോട്ടത്തിലുണ്ടാകുമെന്നായിരുന്നു മുത്തശ്ശിയുടെ ധാരണ. എന്നാൽ അവർക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. അതിനുശേഷം മുത്തശ്ശി മുത്തശ്ശന്റെ അടുക്കൽ ചെന്ന് ഇവൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ മുത്തശ്ശൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? നീ അവനെ വീടിന്റെ അകത്ത് അന്വേഷിക്കും, അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. He is not in the house, grandmother said. I looked for him everywhere. എന്നാൽ മുത്തശ്ശി പറഞ്ഞു, അവൻ വീടിന്റെ അകത്ത് എങ്ങുമില്ല, ഞാൻ അവനെ എല്ലായിടവും അന്വേഷിച്ചതാണ്. Then grandfather stood up and went outside and called aloud, Come Raja, come, I won't beat you. But I did not answer him, for I thought that he would beat me. ശേഷം മുത്തശ്ശൻ വീടിന് പുറത്തേക്കിറങ്ങി ഉറക്കെ വിളിച്ചു, രാജ ഇങ്ങു വരൂ, ഞാൻ നിന്നെ തല്ലുകയില്ല.
പക്ഷേ ഇവൻ വിളി കേട്ടില്ല. മുത്തശ്ശൻ അവനെ തല്ലുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു. Grandmother was angry and said, "He won't come. You drove him away." മുത്തശ്ശിക്ക് മുത്തശ്ശനോട് ദേഷ്യമായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, നിങ്ങളാണ് ഇവനെ ഓടിച്ചു വിട്ടത്. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away. മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? മുത്തശ്ശൻ ഉറക്കെ വിളിച്ച് രാജയെ ചീത്ത പറയുന്നത് മുത്തശ്ശി കേട്ടതാണ്. അതുകൊണ്ട് തന്നെ പാവം കുട്ടി പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്നാണ് മുത്തശ്ശി പറയുന്നത്. And then you know what happened? പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. മുത്തശ്ശൻ അവിടെയുള്ള ജോലിക്കാരെയെല്ലാം വിളിച്ച് രാജയെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അവർ പുറത്തു പോയെങ്കിലും കുറച്ചു കഴിഞ്ഞ് അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നു. Grandmother started weeping. Grandfather started walking up and down the courtyard. ഇതു കേട്ടതും മുത്തശ്ശി കരയാൻ തുടങ്ങി. വീപ്പ് എന്നാൽ കരയുക. മുത്തശ്ശനാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. രാജയെ കാണാനില്ല എന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. ഈ മോശം വാർത്ത കേട്ടറിഞ്ഞ് ആദ്യം വന്നത് അയൽവാസികളാണ്. പിന്നീട് ബന്ധുക്കളും മറ്റെല്ലാവരും ഇതറിഞ്ഞ് വീട്ടിലേക്ക് വന്നു. Many came to offer their sympathies to grandmother. ഒരുപാട് പേർ ഈ വാർത്ത അറിഞ്ഞു വന്നത് മുത്തശ്ശിയോടുള്ള അനുകമ്പ കൊണ്ടാണ്. സിമ്പതി എന്നാൽ അനുകമ്പ. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" മുത്തശ്ശന് ഇതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ലായിരുന്നു. അദ്ദേഹം ദേഷ്യത്തിൽ പറഞ്ഞു, അവനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സമയം കളയുന്നതിന് പകരം നിങ്ങൾക്കാർക്കെങ്കിലും അവനെ ഒന്ന് പോയി അന്വേഷിച്ചൂടെ? Some of them went out to search for me. ഇത് കേട്ടതും ചിലർ രാജയെ അന്വേഷിച്ചിറങ്ങി. More and more people came and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. കൂടുതൽ കൂടുതൽ ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അതൊരു വലിയ ആൾക്കൂട്ടമായി മാറി. അപ്പോഴേക്കും മുത്തശ്ശിക്ക് രാജയെ തിരിച്ചു കിട്ടും എന്നുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. മുത്തശ്ശി വന്നവരോടെല്ലാം രാജ എത്ര നല്ല കുട്ടിയായിരുന്നുവെന്ന് പറയാൻ തുടങ്ങി. രാജയെ തിരഞ്ഞു പോയവരെല്ലാം അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നു. ഇത് കേട്ടതും മുത്തശ്ശി ഉറക്കെ കരയാൻ തുടങ്ങി. The woman in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. അവിടെ കൂടിയിരുന്ന സ്ത്രീകളെല്ലാം കരയാൻ തുടങ്ങി. മാത്രമല്ല ജോലിക്കാരും ആ വിലാപത്തിൽ പങ്കുചേർന്നു. വെയിലിംഗ് എന്നാൽ വിലപിക്കുക. അവിടെ എല്ലാവരും രാജ മരിച്ചു എന്ന രീതിയിലാണ് പെരുമാറിയിരുന്നത്. I felt very sorry for grandmother. I wanted to come out. രാജയ്ക്ക് മുത്തശ്ശിയെക്കുറിച്ചോർത്ത് സങ്കടം തോന്നി. അവന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. മുത്തശ്ശൻ്റേത് വളരെ ശക്തമായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നിരുന്നാലും മുത്തശ്ശനും സങ്കടമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാലും മുത്തശ്ശന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. He stood up, turned in the direction of our family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്ന് കുടുംബക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ കുട്ടിയെ തിരിച്ചു നൽകണമെന്നും അവന് വേണ്ടി ഇനിയും എനിക്ക് കാത്തു നിൽക്കാൻ സാധിക്കില്ല എന്നുമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്.
അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നേരം നിശബ്ദനായി അദ്ദേഹം പ്രാർത്ഥനയിൽ തന്നെ മുഴുകി നിന്നു. At that moment, uncle returned. He learned what was happening at home. He looked around and guessed where I was. അപ്പോഴാണ് അമ്മാവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. ചുറ്റും നോക്കിയ ശേഷം ഇവൻ എവിടെയായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. പശുത്തൊഴുത്തിലേക്ക് വന്ന ശേഷം ഇവനോട് താഴേക്ക് ഇറങ്ങി വരാൻ അദ്ദേഹം പറഞ്ഞു. ശേഷം ഇവനും അദ്ദേഹവും കൂടി വീട്ടിലേക്ക് പോയി. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. മുത്തശ്ശൻ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോഴാണ് കണ്ണു തുറന്നത്. കണ്ണു തുറന്നതും അദ്ദേഹം ഇവനെ കണ്ടു. He took me up in his arms in joy, hugged me and said, God heard my prayers and had given you back to us. അദ്ദേഹം ഇവനെ കണ്ടതും ഇവനെ വാരിയെടുത്തു. അതിനുശേഷം കെട്ടിപ്പിടിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു നൽകി. Did you like my story? Of course I did. രാജയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? രാജ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പമുള്ള ജീവിതത്തിലെ ഒരു ഏടാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി നമുക്ക് പാഠത്തിൻ്റെ പുറകിലുള്ള ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ? ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, pick out sentences from the story that shows grandmother's love for Raja. മുത്തശ്ശിക്ക് രാജയോടുള്ള സ്നേഹം കാണിക്കുന്ന വരികൾ കഥയിൽ നിന്നും എടുത്തെഴുതുക. ഏതൊക്കെയാണവ? ഫസ്റ്റ് സെൻറ്റൻസ്, ഷീ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. മുത്തശ്ശി വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. സെക്കൻഡ് സെൻറ്റൻസ്, ഷീ ടുക്ക് കെയർ ഓഫ് രാജ സോ വെൽ. മുത്തശ്ശി രാജയെ നന്നായി നോക്കിയിരുന്നു. തേർഡ് സെൻറ്റൻസ്, ഷീ ഫോളോഡ് ഹിം, ടേക്കിംഗ് കെയർ ഓഫ് ഹിം, ആസ്കിംഗ് ഹിം ടു ഈറ്റ് ഫുഡ്, ടേക്ക് ബാത്ത്, ഡ്രിങ്ക് മിൽക്ക്, എക്സെട്ര. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പാല് കുടിക്കാനും ഒക്കെ പറഞ്ഞ് എപ്പോഴും രാജയെ പിന്തുടരുമായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? രാജ loves both grandmother and grandfather. Somehow there are differences in their characters. Compare the characters of both grandmother and grandfather. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതാനാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ grandmother is a kind and gentle woman. She always took care of Raja. എന്നാൽ grandfather is a tall and strong man. Everybody in the village knew grandfather. Everybody came to him for advice and help. മുത്തശ്ശൻ ഉയരമുള്ള ശക്തനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമായിരുന്നു. രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ തമ്മിൽ വളരെ അധികം വ്യത്യാസമുണ്ടായിരുന്നു. മുത്തശ്ശി സൗമ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ മുത്തശ്ശൻ ഉയരമുള്ള ശക്തനായ ഒരൽപ്പം പരുക്കനായ വ്യക്തിയായിരുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. രാജ ഹിഡ് ഇൻ ദ കൗഷെഡ് ഫോർ എ ലോങ് ടൈം. Was it right to do so? Write your views in a few sentences. രാജ പശുത്തൊഴുത്തിൽ ഒരുപാട് സമയം ഒളിച്ചിരുന്നു. അത് ശരിയാണോ? No, it was not right for Raja to hide in the cowshed for a long time because his grandparents were worried about him. Finally, they lost all hopes to find him. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവനെ കാണാതെ ഒരുപാട് വിഷമിക്കുകയായിരുന്നു. അവസാനം അവനെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അവർ സംശയിച്ചു. അതുകൊണ്ട് തന്നെ രാജ ചെയ്തത് ഒട്ടും ശരിയായില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് രാജ ചെയ്തത് തെറ്റാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
Let's move on to the fourth question. Did you like the story? Which part of the story did you like the most? Write your answer in a few sentences. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ? കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്കിഷ്ടമായത് എന്ന് കുറച്ച് വരികളിൽ എഴുതുക എന്നതാണ് ചോദ്യം. The most touching part of the story is grandparents' love for Raja, grandmother's love and grandfather's concern for him. They were worried when he went missing. രാജയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വളരെ വിഷമിച്ചു. അവരുടെ സ്നേഹം നമ്മളെ നമ്മുടെ സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഓർമ്മിപ്പിക്കും, അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ കഥയിൽ ഏതു ഭാഗമാണ് ഇഷ്ടമായതെന്ന് ഒന്ന് എഴുതാൻ ശ്രമിക്കുമല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ നിങ്ങൾക്ക് രാജയുടെ ഫാമിലിയെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, രാജയുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, രാജയുടെ വീടും പരിസരവും എങ്ങനെയാണ്, അതെല്ലാമാണ് ഈ കൺസെപ്റ്റ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് സീ. നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ, ആണ്ട്, അങ്ങനെ ആരൊക്കെയാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ളത് അവരെയെല്ലാം ഈ ബബിളിൽ മാർക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ വീടും പരിസരവും എങ്ങനെയാണ്? അവിടെ ആനിമൽസ് ഉണ്ടാവാം, പെറ്റ്സ് ഉണ്ടാവാം, ഫിഷ് പോണ്ട് ഉണ്ടാവാം, ലവ് ബേർഡ്സ് ഉണ്ടാവാം, ഗാർഡൻ ഉണ്ടാവാം. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതെല്ലാം രണ്ടാമത്തെ ബബിൾസിലും മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കാം. അങ്ങനെ കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ഈ ബബിൾസിൽ ഫിൽ ചെയ്തത് അതെല്ലാം എടുത്തെഴുതുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ആക്ടിവിറ്റി. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പഠിച്ച കഥയിലെ ചില പ്രധാന രംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാജയും മുത്തശ്ശനും തമ്മിലുള്ള സംഭാഷണമാണ് അത്. ഈ രംഗങ്ങളിൽ അവർ എന്തായിരിക്കും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? We need to look into the pictures and fill the boxes suitably. പിക്ചേഴ്സ് നോക്കിയ ശേഷം ഈ ബോക്സുകളിൽ അവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് ഫിൽ ചെയ്യുക. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് ബോക്സ്. മരം കുലുക്കിയ ശേഷം രാജ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് സോ നൈസ് ടു ഫീൽ ദ ഷവർ. മഴ നനയാൻ എത്ര രസമാണ് എന്നായിരിക്കാം അവൻ പറഞ്ഞിട്ടുണ്ടാവുക. Now to the second box. Oh God, he will beat me. മഴ നനഞ്ഞത് മുത്തശ്ശന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെ തല്ലാനോടി. അപ്പോൾ രാജ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? Oh God, he will beat me. മുത്തശ്ശൻ എന്നെ തല്ലും. Now to the third box. മുത്തശ്ശനിൽ നിന്നും ഓടി രാജ എവിടെയാണ് ചെന്നൊളിച്ചത്? അതെ, പശുത്തൊഴുത്തിൽ. സോ പശുത്തൊഴുത്തിൽ എത്തിയ ശേഷം അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ് മീ ഹൈഡ് ഹിയർ. ഇനി ടു ദ ഫോർത്ത് ബോക്സ്. രാജയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ നാട്ടുകാരും മറ്റു ബന്ധുക്കളും പറഞ്ഞ കോമൻസ് എന്തൊക്കെയായിരിക്കാം? ഓ പുവർ രാജ, വേ ഹാസ് ഹി ഗോൺ? വേർ ഇസ് രാജ ഗോൺ? അങ്ങനെയുള്ള പല കമൻസ് ആയിരിക്കാം ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവുക. Now to the last box. രാജയെ കാണാതായപ്പോൾ മുത്തശ്ശൻ കുടുംബക്ഷേത്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മുത്തശ്ശൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓ ഗോഡ്, ബ്രിങ് ബാക്ക് മൈ രാജ. അതുപോലെ ഇത് കണ്ട രാജ അതിന് മറുപടിയായി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓ ഗ്രാൻഡ്പ, പ്ലീസ് ഫോർഗിവ് മീ. നേരത്തെ എഴുതിയ കോൺവെർസേഷൻ്റെ ബേസിസിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടി എടുത്തെഴുതാം. The first event has been given for us. Raja shakes the sandalwood tree. Raindrops shower on him and grandfather. ഇത് നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഈവൻറ്റ് എന്തായിരിക്കാം? Grandfather becomes angry and runs behind him to
beat him. Grandfather falls down. മഴ നനഞ്ഞത് മുത്തശ്ശന് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെ തല്ലാനായി അവൻ്റെ പിന്നാലെ ഓടി. എന്നാൽ മുത്തശ്ശൻ താഴെ വീഴുകയാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ഈവൻറ്റ് എന്താണ്? രാജ ഹൈഡ്സ് ഇൻ ദ കൗ ഷെഡ്. മുത്തശ്ശനെ പേടിച്ച് രാജ പശുത്തൊഴുത്തിൽ ഒളിച്ചു. നാലാമത്തെ ഈവൻറ്റ് എന്താണ്? അതും നമുക്കവിടെ തന്നിട്ടുണ്ട്. പീപ്പിൾ മേക്ക് വേരിയസ് കമൻസ് അബൌട്ട് ഹിം. രാജയെ കാണാനില്ല എന്നറിഞ്ഞതും കൂടി നിന്ന എല്ലാവരും രാജയെക്കുറിച്ച് പല രീതിയിൽ സംസാരിച്ചു. ഇനി അഞ്ചാമത്തെ ഈവൻറ്റ് എന്താണ്? ഗ്രാൻഡ്ഫാദർ പ്രേസ് ടു ഗെറ്റ് ഹിം ബാക്ക് ആൻഡ് രാജ ആസ്ക് സോറി ഫോർ ഹേർട്ടിംഗ് ഹിം. അവനെ തിരിച്ചു കിട്ടാനായി മുത്തശ്ശൻ കുടുംബക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുകയും ഇത് കണ്ട രാജ മുത്തശ്ശനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇതാണ് നടന്ന പ്രധാനപ്പെട്ട 5 ഈവൻറ്റ്സ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം സ്ക്രിപ്റ്റ് എഴുതാനാണ്. നമ്മളിപ്പോൾ പറഞ്ഞ 5 ഈവൻറ്റ്സും സ്ക്രിപ്റ്റ് രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഫോമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? അത് നോക്കി മനസ്സിലാക്കിയ ശേഷം ഈ കഥയിലെ മറ്റ് ഈവൻറ്റ്സും നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് രൂപത്തിൽ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ? ഇവിടെ നിങ്ങൾക്ക് 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. We need to look into the illustrations and fill in the blanks. ഈ ചിത്രങ്ങൾ നോക്കി അതിലെ ക്യാരക്ടേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് എഴുതണം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് സെൻറ്റൻസ്. ഇതിലെ ആദ്യത്തെ സെൻറ്റൻസ് എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. Grandfather is picking the flowers. ഇത് ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുണ്ട്. Now let's look into the second sentence. Raja is dash the tree. അവിടെ ഷെയ്ക്ക് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. രാജ മരം കുലുക്കുകയാണ്. അതുകൊണ്ട് തന്നെ the sentence becomes Raja is shaking the tree. Now let's look into the third sentence. Raja is dash at his grandfather. ബ്രാക്കറ്റിൽ ലാഫ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. രാജ മുത്തശ്ശനെ നോക്കി ചിരിക്കുകയാണ്. സോ ദ സെൻറ്റൻസ് ബിക്കംസ് രാജ ഇസ് ലാഫിംഗ് അറ്റ് ഹിസ് ഗ്രാൻഡ്ഫാദർ. നൗ ദ ഫോർത്ത് വൺ. ഗ്രാൻഡ്ഫാദർ ഡാഷ് ടു ഗോഡ്. ബ്രാക്കറ്റിൽ പ്രേ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശൻ കുടുംബക്ഷേത്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. സോ ദ സെൻറ്റൻസ് ഇസ് grandfather is praying to God. Now the last one. Raja dash in the loft of the cow shed. ബ്രാക്കറ്റിൽ ഹൈഡ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. രാജ പശുത്തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സോ ദ സെൻറ്റൻസ് ബിക്കംസ് രാജ is hiding in the loft of the cow shed. Let's move on to the fourth activity. Raja narrated the above incidents to his classmate, but some parts in the narration are missing. Use the hints from the brackets and complete it. രാജ നടന്ന സംഭവങ്ങളെല്ലാം അവൻ്റെ ക്ലാസ്മേറ്റിനോട് ഡിസ്കസ് ചെയ്തു. എന്നാൽ അതിൽ ചില ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണ്. We need to identify the missing details and fill in the blanks accordingly. നമുക്ക് നോക്കാം. When my grandfather was picking the flower under the sandalwood tree, I went near him and dashed the tree. Shake എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. The sentence becomes I went near him and shook the tree. Next sentence. He dashed a good shower but he dashed very angry. Get എന്നാണ് ആദ്യം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. The sentence becomes He got a good shower but he became very angry. രണ്ടാമത് become എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. Next sentence. He dashed to me with an angry look. Turn എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. He turned to me with an angry look. I dashed fast and dashed to the cow shed. ആദ്യം കൊടുത്തിരിക്കുന്നത് run എന്ന വാക്കാണ്. So the sentence becomes
I ran fast and went to the cowshed. Go എന്നാണ് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. നെക്സ്റ്റ് സെൻറ്റൻസ്, I dash shelter in the cowshed. Take എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. I took shelter in the cowshed എന്നാണ് സെൻറ്റൻസ് വരിക. Everyone dash for me. Search എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. Everyone searched for me. Nobody dash find me. Can എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. Nobody could find me. My grandfather, grandmother and all my relatives dash worried. Get എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. My grandfather, grandmother and all my relatives got worried. At last my uncle dash me. At last my uncle found me. Find എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. And took me to my grandfather. My grandfather was very happy and dash God. Thank എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. My grandfather was very happy and thanked God. രാജ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ വാക്കുകളുടെയും പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫിഫ്ത്ത് ആക്ടിവിറ്റി. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ്ഫാദർ, വിനോദ്, a student of class 6, decided to send a message to his grandfather on the occasion of Grandparents' Day. Some messages are given below. Put a tick mark on the message which Vinod can send. Grandparents' Day അയക്കാൻ പറ്റുന്ന മെസ്സേജസ് ഏതാണെന്ന് കൂട്ടത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതാണ് നമുക്കുള്ള ചോദ്യം. ഫസ്റ്റ് മെസ്സേജ് നോക്കാം. The greatest gift I ever had from God is you. Happy Grandparents' Day. This is a suitable message. ഇത് തീർച്ചയായും വിനോദിന് അവൻ്റെ ഗ്രാൻഡ് പേരൻറ്റിന് അയക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണ്. Now, let's move on to the second message. In remembrance of the first death anniversary of your beloved parents. ഇത് ഗ്രാൻഡ് പേരൻസിന് ഗ്രാൻഡ് പേരൻസ് ഡേക്ക് അയക്കാൻ സ്യൂട്ടബിൾ ആയ മെസ്സേജ് അല്ല. Now to the third one. Sending lots of love and wishes on your wedding anniversary. ഇതും ഗ്രാൻഡ് പേരൻസ് ഡേക്ക് സ്യൂട്ടബിൾ ആയ മെസ്സേജ് അല്ല. May your birthday be filled with the warmth of sunshine, the sounds of laughter, the feeling of love and the sharing of good cheer. ഇത് ഒരു ബർത്ത്ഡേ മെസ്സേജ് ആണ്. ഗ്രാൻഡ് പേരൻസ് ഡേക്ക് തീർച്ചയായും നമുക്കിത് അയക്കാൻ സാധിക്കില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മെസ്സേജ്. Thank you for being a great grandfather. Your memories will always be there in my heart. This is a suitable message which you can send on Grandparents' Day. Now to the next message. Your marriage be blessed with love, joy and companionship for all the years of your lives. ഇതൊരു വെഡിങ് മെസ്സേജ് ആണ് which is not suitable for you to send on Grandparents' Day. Now to the next message. A wonderful day filled with much love, many wonderful surprises and lasting memories to cherish in the days ahead. Happy birthday. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ബർത്ത്ഡേ വിഷ് ആണ്. നോട്ട് സ്യൂട്ടബിൾ ടു സെൻഡ് ഓൺ ഗ്രാൻഡ് ഡേ. ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസ്. ഇതൊരു ദുഃഖസൂചകമായ മെസ്സേജ് ആണ്. അഗൈൻ നോട്ട് സ്യൂട്ടബിൾ. നൗ ടു ദ നെക്സ്റ്റ് മെസ്സേജ്. They say that you can count your true friends on one hand but not the candles on your birthday cake. Happy birthday. Again, this is a birthday wish which is not suitable for you to send on Grandparents' Day. Now to the last message. I miss you, Grandpa. You are the one with whom I can share all my secrets. May you live longer. This is a suitable message which you can send to your grandparent on Grandparents' Day. ഇനി നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് ഗ്രാൻഡ് പേരൻസ് ഡേക്ക് അയക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെയൊരു മെസ്സേജ് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്.